റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഹൈക്കോടതിയിൽ നടന്നത് തിരക്കിട്ട നീക്കങ്ങൾ. ഹർജി ഡിവിഷൻ ബെഞ്ച് മണിക്കൂറുകൾക്കകം സിംഗിൾ ബെഞ്ചിൽ എത്തിയിട്ടും ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെ നിയമയുദ്ധം പാളി. പിന്നാലെ 4.5 വർഷത്തിനു ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടു. അത്യന്തം നാടകീയത നിറഞ്ഞതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കോടതി നടപടികൾ. സിനിമയിലെന്ന പോലെ ആദ്യാവസാനം അടിമുടി സസ്പെൻസ്. രാവിലെ 10-ന് ആരംഭിച്ച നടപടികളിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്ക് പിന്നാലെ അപ്രതീക്ഷിത ഹർജി നടി രഞ്ജിനിയുടെ വക. ഹർജി എത്തിയത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഡിവിഷൻ ബെഞ്ചിൽ. സജിമോൻ പാറയിലും ഇതിനിടെ അപ്പീലുമായി കോടതിയെ സമീപിച്ചു. പിന്നാലെ എല്ലാ കണ്ണുകളും ഹൈക്കോടതിയിലേക്ക്. രാവിലെ 11-ന് കേസെടുത്ത കോടതി രഞ്ജിനിയുടെ ഹർജി തള്ളി സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സജിമോൻ പാറയിലിന്റെ ഹർജി 21-ലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ സർക്കാർ 2:30-ക്ക് റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചു. 1 മണിക്കൂറിനുള്ളിൽ നടിയുടെ അഭിഭാഷകൻ പുതിയ ഹർജിയുമായി സിംഗിൾ ബെഞ്ച് മുൻപാകെ എത്തി. 2 മണിക്ക് ഹർജി പരിഗണിച്ചെങ്കിലും റിപ്പോർട്ടിന് സ്റ്റേ അനുവദിച്ചില്ല. ഇതോടെ നിയമ തടസ്സം നീങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തി. സജിമോൻ പാറയിലിന്റെ ഹർജി വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കോടതിയുടെ നിലപാട്. വാദത്തിനിടെ ചോദ്യരൂപത്തിൽ കോടതി അക്കാര്യം ആവർത്തിച്ചുറപ്പിച്ചു. ഒടുവിൽ നീതിപീഠത്തിന്റെ കാർക്കശ്യത്തിന് മുന്നിൽ 4.5 വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തേക്ക്. ക്യാമറാമാൻ സച്ചിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി.